അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ 100ാം ജന്മദിനാഘോഷം കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ചു. മുഹമ്മദ് റഫി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കാനത്തിൽ ജമീല എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബീച്ച് ഫ്രീഡം സ്ക്വയർ വേദിയിൽ മുഹമ്മദ് റഫിയുടെ ഹിറ്റ് ഗാനങ്ങളുമായാണ് ബാംഗ്ലൂരിൽ നിന്നും എത്തിയ മുഹമ്മദ് അസ്ലമിന്റെയും പഞ്ചാബിൽ നിന്ന് ആദ്യമായി നഗരത്തിലെത്തിയ കൽവീന്ദർ സിംഗിന്റെയും പാട്ടിലൂടെ ആസ്വാദകരെ എതിരേറ്റത്. ഷിർദിവാല എന്ന ഗാനവുമായി മുഹമ്മദ് അസ്ലം റഫി നൈറ്റിന് തുടക്കമിട്ടു. 4 പാട്ടുകൾക്ക് ശേഷം അസ്ലം, കൽവീന്ദർ സിംഗ്, SK കീർത്തന, ഗോപിക മേനോൻ, ഫിദ ഫിറോസ് എന്നിവർ ഒരുമിച്ച് ഗാനവുമായി എത്തി. ക്യാ ഹുവ എന്ന ഗാനം അസ്ലമും ഗോപിക മേനോനും പാടുമ്പോൾ ഹമ്മിങ് പാടി ആസ്വാദകരും ഒപ്പം കൂടി. കാനത്തിൽ ജമീല MLA ഉദ്ഘാടനം ചെയ്തു. ഏത് ശൈലിയിലുമുള്ള റഫി ഗാനങ്ങൾക്ക് എന്നും ആരാധകരുണ്ടെന്ന് കാനത്തിൽ ജമീല പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഗായകർക്ക് മരണമില്ലെന്ന് പറയുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇവിടെയും റഫിയുടെ പാട്ട് കേൾക്കുമ്പോൾ കാതോർക്കുന്ന, മറ്റെല്ലാം മറന്ന് അതിലേക്ക് ലയിച്ചു ചേരുന്നവരാണ് പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ. മുഹമ്മദ് റഫി ഫൗണ്ടേഷൻ പ്രസിഡന്റ് മെഹറൂഫ് മണലടി അധ്യക്ഷനായിരുന്നു. മുഖ്യാതിഥിയായി എത്തിയ കമാൻഡിംഗ് ഓഫീസർ കേണൽ D. നവീൻ ബെഞ്ചിത്ത് 100 ബലൂൺ ആകാശത്തേക്ക് ഉയർത്തി. ഗായകരായ നയൻ J. ഷാ, K. സലാം, മുൻ പ്രസിഡന്റ് TPM ഹാഷിർ എന്നിവരെ ആദരിച്ചു. മുൻ പ്രസിഡന്റുമാരായ K. അബൂബക്കർ, KV സക്കീർ ഹുസൈൻ, വൈസ് പ്രസിഡന്റ് NC അബ്ദുള്ള കോയ, ജനറൽ സെക്രട്ടറി MV മുർഷിദ് അഹമ്മദ്, ട്രഷറർ മുരളീധരൻ ന്യൂമിനസ്, നൌഷാദ് അരിക്കോട്, AP മുഹമ്മദ് റഫി, U. മുഹമ്മദ് അഷ്റഫ്, K. സുബൈർ എന്നിവർ സന്നിഹിതരായി. 28ഓളം റഫി ഗാനങ്ങളാണ് കടപ്പുറത്തെ ജനസാഗരം സാക്ഷിയായി ആലപിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗോവിന്ദപുരം തിപ്പിലിക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദ്രവ്യ കലശ ചടങ്ങുകൾ 3 ദിവസങ്ങളിലായി നടന്നു. ക്ഷേത്ര